ഇവിടെ 1 ലക്ഷം രൂപയ്ക്ക് 2 കാർ എന്ന് പറഞ്ഞാൽ ആരും ഇക്കാലത്ത് വിശ്വസിക്കുമോ? നീ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചില്ല. അത് മാരുതിയുടെ 2 കാറ്. ഇല്ല, ഞാൻ വിശ്വസിച്ചില്ല അത് പറഞ്ഞപ്പോ. പക്ഷേ ഈ കാർ 1 ലക്ഷം രൂപയ്ക്ക് എനിക്ക് എടുത്തിട്ട് വേണം കൊണ്ട് മറിച്ചടി. ഇവിടെ പോണം നമ്മള്? അങ്ങോട്ടല്ലേ? 1 ലക്ഷം രൂപയ്ക്ക് 2 കാർ എടുത്തിട്ട് വേണം എന്റെ കൂട്ടുകാരൻ ഒരു കാർ മറിച്ചടിക്കാൻ. ഒരു 70 രൂപയ്ക്കൊക്കെ ഞാൻ അത് മറിച്ച് അടിക്കും. പിന്നെ ഉള്ളത് ഒരു 40-50 രൂപ കിട്ടിയാലും കുഴപ്പമില്ല, നമുക്കൊരു 10 രൂപ ലാഭം മതി. ഈ പറഞ്ഞ വിലക്കായി വണ്ടി പോന്നെങ്കിൽ എനിക്ക് മാന്യമായ കമ്മീഷൻ തരണം. എന്തോ പറയുന്നു? മാന്യമായിട്ടുള്ള കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? അത് നീ കച്ചവട വില എന്തായാലും ഞാൻ അറിയുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് മാന്യമായിട്ടൊരു കമ്മീഷൻ ഒരു 10,000-2000 അങ്ങ് തരും. നോക്കാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ കാർ അവിടെ കിടക്കുന്നത്? ആ 2 കാറിന്റെ നടുക്കാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. എങ്ങനെ? മാരുതി 800 പുതിയത്, മാരുതി 800 പഴയത്. 1 ലക്ഷം രൂപയ്ക്ക് 2 മാരുതി കാറുകൾ. ഇതിലേതാ പുതിയത്? ഇതിനെക്കാട്ടിലും പുതിയതാണ് ഇത്, മാരുതി 800. ഇതിന് എഞ്ചിനൊക്കെ ഉണ്ടോ? എന്തൊരു വർത്താനോടാ? എഞ്ചിനുണ്ട്, സൈലൻസർ ഉണ്ട്, സീറ്റ് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, ബോണറ്റ് ഉണ്ട്, ഡിക്കി ഉണ്ട്, ടയർ ഉണ്ട്, റിം ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, കണ്ടീഷൻ. ഇതിക്കുള്ള ആര് പറയും? അണ്ണാ എന്ത് ഇത് ആക്രിക്ക് കൊടുത്ത 20,000 കിട്ടൂലല്ലോ അണ്ണാ. അടാ നീ എന്ത് ഈ പറയുന്നേ? നീ നോക്ക്, ഫ്രണ്ട് 2 ഗ്ലാസ്, 2 മിറർ, 2 വൈപ്പർ, ഒറ്റ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ആവും. ഇത് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് പണിയണമല്ലോ അണ്ണാ. നിങ്ങൾ പോകണ്ട, നിങ്ങൾ എന്തോ പറയുന്നത്? സാൾട്ടസ നീ എങ്ങനെ പറയരുത്. പിന്നെ എന്താണ് 1 ലക്ഷം രൂപ പണി? 250 രൂപ എടുത്തൊന്ന് ബോഡി വാഷ് ചെയ്യണം. ആ ബോഡി വാഷ് കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ ടയർ കടയുണ്ട്. 4 ആവറേജ് ടയർ മേടിക്കണം. 10 2,500 കൊടുത്ത് നമ്മൾ 4 ടയർ ഇടും. 4 8 ടയർ 2,500 എടുത്ത് 5,000 ഗുണം. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇലക്ട്രോണിക്കൽ കടയുണ്ട്. ആ കടയിൽ ചെന്നിട്ട് അത്യാവശ്യം ലൈറ്റ് മിനുക്ക് പണികൾ എല്ലാം ചെയ്യണം. 10,000 ആ വഴിക്കങ്ങ് പോട്ടെ. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ആദ്യ ഓഫീസ്. അവിടെ ചെന്നിട്ട് ഇൻഷുറൻസ് ടാക്സ് കൊടുക്കണം. അതിന് എത്ര പെൻഡിങ് ഉള്ള വെച്ചാൽ അത് കൊടുക്കണം. അതിന് കൊടുത്ത് റോഡിലോട്ട് ഇറങ്ങി ഫസ്റ്റ് ഇട്ടൊരു പോക്ക് പോയാലേ ആൾക്കാർ ഇങ്ങനെ നോക്കും. കുടിച്ചിട്ട് ഗ്ലാസ് ചൂട് കുറവട്ടാ. ചൂട് കുറവ്. ചൂടാക്കണോ? വേണ്ട, അത് മതി. പിന്നെ വൈകിട്ട് ഞാൻ എത്ര മണിക്ക് റെഡി ആയിട്ടിരിക്കണം? എന്ത് ആക്ട് ചെയ്യല്ലേ? കാര്യം പറഞ്ഞേ. ഇവിടെ നോക്കിയേ, പറന്നുപോയ ഏട്ടൻ. എന്ത് കാര്യം? ഏട്ടനല്ലേ വെറുതെ ഇരുന്ന് എന്നോട് ഇന്നലെ പറഞ്ഞത് രാത്രി, നീ വൈകിട്ട് റെഡി ആയിട്ട് നിൽക്ക്, നിന്നെ കൊണ്ട് പുറത്തു പോയിട്ട് എത്ര നാളായി, നമുക്കൊന്ന് കറങ്ങി സിനിമയെ കണ്ടു വരാന്ന്. ചിരിയുണ്ട് കേട്ടാ മുഖത്ത്. ആ പിന്നെ അത്രയൊക്കെ പറഞ്ഞോളൂ. പുറത്ത് കൊണ്ടുപോകാം, ഫുഡ് കഴിക്കാം, നല്ല സിനിമയെ കണ്ട് തിരിച്ചു വരാന്ന്. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ഒരു ഓർമ്മ വന്നല്ലേ? ഭാഗ്യം. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏട്ടന് ഓർമ്മ വരാത്തതാ എത്ര പറഞ്ഞാലും. എന്താ ഓർമ്മ പെട്ടെന്ന് നീ അവസാനം പറഞ്ഞ ആ ഒരു പോയിന്റിൽ. എത്ര മണിക്കാ റെഡി ആയിട്ടിരിക്കണം? 3 മണിയൊക്കെ 3 മണിക്ക് വെയിലാട്ടല്ലേ? ഒരു 5 മണിക്ക് അത്രയൊന്നും വേണ്ട. ഒരു 5 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങി കഴിഞ്ഞ് നേരെ ഇവിടെ നമ്മൾ എങ്ങോട്ട് പോകും? ബീച്ചിൽ പോവാം. അതൊക്കെ ഏട്ടൻ്റെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണോ, സിനിമ കഴിഞ്ഞിട്ട് ഫുഡ് കാണണം. അല്ല, മാളിൽ പോവാം. മാളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഫുഡും കഴിച്ച് സിനിമയും കാണാം. സിനിമ കണ്ട് നേരെ വരാം. മതി. 5 മണിക്ക്. 5 മണിയാകുമ്പോ ഞാൻ റെഡി ആയിട്ടിരിക്കും. ആ സമയത്ത് വിളിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനൊന്നും പറയൂല. ഉറപ്പ്. ആ, എപ്പോഴത്തേം പോലല്ലേ?
പാവം എങ്ങും പോകാറില്ലല്ലോ. ഇന്ന് എന്തായാലും ഒന്ന് കറങ്ങണം. അമ്മ എന്താ പ്ലെയിൻ വൈറ്റ് പേപ്പർ ഉണ്ടാ? എന്നാ വെള്ള പേപ്പർ ഉണ്ടാന്ന്? ഇല്ല. ഏ? എന്തിനാ ഏ? എന്തിനാ? അതെനിക്ക് വേണം. വേണോന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാന്നാ ചോദിച്ചേ? അതെനിക്കൊരു ആവശ്യത്തിന് താ. എന്തിനാന്ന്? എനിക്കൊരു ആവശ്യത്തിനെന്ന്. ഈ ആവശ്യത്തിനെന്ന് താ കൂടെ വെച്ചേ. ഈ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ അതിന് പേരില്ലേ ആവശ്യത്തിന്? ആ ഇതും ഇത്തിരി താ. എന്റെ കയ്യിലൊന്നുമില്ല അമ്മേ. ഇല്ലേ? പിന്നെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാ? ഇല്ല. ഇല്ലേ? ഇത്തിരി എന്റെ താ. പൊന്ന് തക്കടു, നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ ദേ പുട്ടുണ്ടാക്കട്ടെ. അമ്മ എനിക്ക് ഇത്തിരി താ അമ്മ. ഇത്തിരി താന്ന് പറഞ്ഞ ഇവിടെ വെള്ള പേപ്പർ ഇല്ലാന്ന്. വെള്ള പേപ്പർ ഇല്ലേ? ഇല്ല. പിന്നെ എവിടെ ഉണ്ട്? എവിടെ ഉണ്ടെന്ന് നീ ഒരു കാര്യം ചെയ്യട്ടെ, ആഴിയുടെ മുറി പോയി നോക്ക്. അവിടെയൊക്കെ ഞാൻ നോക്കി. അവിടെ നോട്ടീസ് അതൊക്കെ ഉള്ളു. അപ്പൊ പിന്നെ ഉണ്ടാവൂല. പോ. അമ്മ ഇത്തിരി താ. എന്തിനാടാ നിനക്കിപ്പോ വെള്ള പേപ്പർ? അതെനിക്ക് വേണം. നമ്മ താ. അവിടെ നിന്റെ പഴയ ബുക്കില്ലേ, അതിനകത്ത് എഴുതാത്ത പേപ്പർ ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് കീറി എടുക്കും. അതിന്റെ അതൊന്നുമില്ല. അമ്മ എനിക്ക് പൈസ ഞാൻ പോയി വാങ്ങിച്ചോളാം. താ. അയ്യാടാ, പൈസ നിന്റെ ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ തരും. പഠിക്കേണ്ട ആവശ്യത്തിനാണോ? പഠിക്കേണ്ട ആവശ്യത്തിനാണോ വെള്ള പേപ്പർ? പഠിക്കേണ്ട ആവശ്യത്തിന് തന്നെ താ. അപ്പൊ അതെന്താ ആവശ്യമാന്ന് പറ, അപ്പൊ തരാം. ഇത്തിരി എന്റെ താ. പൊന്നു മോനെ, നിന്റെ വിളച്ചിൽ എന്റെ അടുത്ത് നടക്കൂല. പൊക്കോ. ഇല്ല അമ്മ ഇത്തിരി താ. നിന്നെ തീ വെച്ച് പൊള്ളിച്ചാലേ നീ പഠിക്കുള്ളൂ. നീ എന്റെ കയ്യിലില്ലാന്ന്. ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ വെള്ള പേപ്പർ? ഇവിടെ നീ ഏതെങ്കിലും ബുക്കിൽ നിന്ന് പോയി കീറി എടുക്ക് പോ. ബുക്കിലൊന്നും ഇല്ല, എല്ലാം എഴുതിയത്. എന്നാ പിന്നെ അവിടെ നില്ല നീ. അല്ല, നിനക്ക് മറ്റന്നാൾ പരീക്ഷയില്ലേ? ഉണ്ട്. എന്നിട്ട് എന്തെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് നടക്കണത്? പോയിരുന്ന് പഠിക്ക്. ഞാൻ പഠിച്ചെത്തിന്ന്. ഇതല്ലാതെ നിന്റെ വായിന് ഞാൻ ഇപ്പൊ ബുക്കിൽ വന്ന് ഞാൻ ചോദ്യം ചോദിക്കും. ഞാൻ ചെന്നേടാ പോയി പഠിച്ചേടാ. ഇത്തിരി താ. പോയി പഠിക്കാൻ. വെള്ള പേപ്പർ ഒന്നുമില്ല. എന്തോ വെള്ളത്തിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാ വെള്ള പേപ്പർ. അല്ലെങ്കിൽ ആവശ്യം പറയാൻ പാടില്ല അവന്. ഇത്തിരി ഇല്ലേ? ഇനി വല്ലതും ഉണ്ടോ ഇനി? ശ്ശെ, ഇതെവിടെ പോയി കിടക്കുന്നു? എന്തുവാടാ? ഞാൻ ഒരു വെള്ള പേപ്പർ അന്വേഷിച്ചു വന്നു. ഈ വെള്ള പേപ്പറിന് വേണ്ടിയാണോ നീ ഈ വീട് ഇങ്ങനെ ആക്കിയിട്ടത്? എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ നിനക്ക്? കണ്ട എന്റെ അയൽക്കൂട്ടത്തിലെ ബുക്കൊക്കെയാണത്. പേപ്പർ കിട്ടി. ഇത് എവിടെ നീ പേപ്പർ കയറിയത്? കേട്ടോ, ഇത് മോമന്റെ പുതിയ ബുക്കാണിത്. നീ എന്നോട് ചോദിച്ചാ മാമി ഞാൻ ഈ ബുക്കിൽ നിന്ന് 2 പേപ്പർ കീറിക്കോട്ടെ? നീ എന്നോട് ചോദിച്ചാ? നീ മുറി ഇത്രയും വൃത്തികേടായിട്ട് ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല, നിനക്ക് എന്നോട് വന്ന് പറയാറുന്നില്ല മാമി എനിക്ക് 2 കഷ്ണം പേപ്പർ വേണമെന്ന്? നീ ചോദിച്ചാ എന്നോട്? ഒന്നും സാരമില്ലെന്നാ. എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിലേ എന്നോട് ചോദിക്കണം. ചോദിച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്. നിന്നെ അതാരും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ? എന്നെ ആരും അത് പഠിപ്പിച്ചില്ല. ഞാൻ അങ്ങ് സഹിച്ചു. നീ അങ്ങനെ ഇപ്പൊ സഹിക്കണ്ട. താഴെ വേണം അങ്ങനെ. നീ കൊണ്ടുപോണ്ട. നിക്കടെ നീ എവിടെ കൊണ്ട് പേപ്പറും കൊണ്ട് പോകുന്നു? നല്ല തരും കേട്ടാ. ഇത് കണ്ടേട്ടാ, പുതിയ ഏട്ടന്റെ ബുക്കിൽ നിന്ന് അതിന്റെ അകത്ത് ഇത്രയും പേപ്പർ വലിച്ചു കീറിയത്. ഞാനിവിടെ നിക്കാണ് ഇവനിത് വലിച്ചു കീറിയത്. എന്നോട് ചോദിക്കണ്ടേ? അല്ലെ റൂമെന്ന് കാണായിരുന്നു മൊത്തം ഈ ബുക്ക് അളിച്ച് പൊളിച്ചിട്ടിരിക്കായിരുന്നു ഇവൻ ഈ പേപ്പറിന്. മക്കളെ, ആരെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ എടുക്കണമെങ്കിൽ അവരോട് ചോദിക്കണം. ഞാൻ ചോദിച്ചപ്പോ എന്തെന്നറിയോ? അത് ഞാനങ്ങ് സഹിച്ചെന്നു. കൊച്ച് എല്ലാരും കൂടെ കൊഞ്ചിച്ച് അവനെ വഷളാക്കി വെച്ചിരിക്കണം. ചുമ്മാ സാരല്ല കേട്ടോ. അവന് കൊടുത്തു. അത് സോറി പറയണ തരാം. സോറി. ഇനി പറയോ അങ്ങനെ? അല്ല അങ്ങനെ വേണ്ട കൊണ്ടു. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ മാമിയോട് ചോദിക്കണം. ഏട്ടാ അവൻ എന്തോന്നറിയോ പറഞ്ഞത്?
ഞാൻ പറഞ്ഞു നീ ആരോട് ചോദിച്ചിട്ട് എടുത്തത്, നീ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ എന്നോട് ചോദിക്കണമെന്ന് പറയണേ, അതൊക്കെ ഞാനങ്ങ് സഹിച്ചെന്ന്. അങ്ങനെ പിള്ളേർ പറഞ്ഞുകൂടല്ലോ. കൊച്ചുങ്ങൾക്ക് ഇതൊന്നും പണ്ടൊക്കെ ആണെങ്കിൽ എന്താണ്, കൊച്ചാണെങ്കിലും വല്ലാണ്ട് നമ്മൾ ഇച്ചിരി പേടിപ്പിച്ച് നിർത്തണം. എടി പറയുന്നത് കേക്ക്. പണ്ടത്തെ കാലത്താണ് ഇത് കൂട്ടുകുടുംബമായിരുന്നു. അമ്മമ്മ കാണും, അപ്പൂപ്പൻ കാണും, അവർ ഇങ്ങനെ മാമന്മാരെല്ലാരും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവരുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് പക്ഷെ അങ്ങനെയല്ല. അതിപ്പോ ഇത് ഇങ്ങനെ വഴക്ക് കൂടാതെ തല്ലു കൊടുക്കാതെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക്. അപ്പൊ അങ്ങ് പയ്യെ അവർ പഠിച്ചു വരും. കണ്ട എന്ത് വൃത്തിയായിട്ട് ഞാൻ അടുക്കി വെച്ചിരുന്നതാണ്. അടുക്കി വെച്ചത് എവിടെ? അപ്പൊ അടുക്കളയിലെ കാര്യം ആരും നോക്കും? അടുക്കി വെച്ചിട്ട് പോയി ജോലി ചെയ്യടി. ഒന്നുമില്ല, ഏട്ടനല്ലേ അവനെ ന്യായീകരിച്ചത്. ഏട്ടൻ തന്നെ അടുക്കി വെക്കാം. എനിക്ക് ചമ്മന്തി ഇറക്കണം. പോ. ഇത്രയല്ലേ ഉള്ളൂ. കുട്ടികളാകുമ്പോ എങ്ങനെയൊക്കെ തന്നെ. അതിപ്പോ ഓ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഈ പേപ്പർ മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നത്? പിന്നെ അത് പറയാൻ പാടില്ല വരയ്ക്കാനാന്ന്. കൈ എന്താ തൂത്തോണ്ടിരിക്കുന്നേ? കൈ എന്താ തൂത്തോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എന്താടാ എന്താ? അതൊന്നുമില്ല. ഒന്നുമില്ലാതെ പിന്നെ വെറുതെ ഇത് കൈ തൂക്കണേ തന്നെ കൈ കഴിക്കുന്നോ? അത് മാമി കൈ പിടിച്ചൊന്ന് തിരിച്ചത്. മാമി എന്തിനാ നിന്റെ കൈ പിടിച്ചതിരിക്കുന്നത്? ആ ദേഷ്യം വന്നിട്ടായിരിക്കും. നീ എന്തായാലും കുസൃതി കാണിച്ചായിരിക്കും. കുസൃതി എന്തെങ്കിലും കാണിച്ചാ? അത് വേദന എടുക്കുന്നുണ്ടോ? എവിടെ ഇങ്ങനെ പിടിക്കുമ്പോ വേദനയുണ്ടോ? ഞെക്കുമ്പോ വേദനയുണ്ടോ? ദൈവമേ, ഒന്ന് കൈ പൊക്കിക്കേ. വേദന എടുക്കുന്നോ? ദൈവമേ, എന്തെങ്കിലും പറ്റിപ്പോയാലോ? കുഞ്ഞു കൈയല്ലേ, ഇതെന്തിനാ ഇവള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ വന്നേ ചോദിക്കട്ടെ. ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് നീ തീരുമാനിച്ചാ മതിയോ? അമ്മ ചോദിക്കണ്ട. അമ്മ നീ ഒന്ന് പോടെ ചേർക്കാം. ലില്ലി എന്തോ ചേച്ചി ചമ്മന്തി കുപ്പുണ്ടാന്ന് ചേച്ചി. നീ ഉണ്ടാക്കിയതല്ലേ, കൂടിയിട്ടിന് അവനെ സാധ്യതയുള്ളൂ. ചേച്ചി കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ. കഴിക്കണേ എന്തിനാ? നിന്റെ പ്രവൃത്തി കാണുമ്പോ അറിയാലോ. നീ എന്തിനാ കൊച്ചിന്റെ കൈ പിടിച്ച് തിരിച്ചത്? ഏത് കൊച്ചില്ലേ? ഏത് കൊച്ച ഇവിടെ ഉള്ളത്? തക്കടുവിന്റെ. ആ ആര് കൈ പിടിച്ച് തിരിച്ചത്? നീ. എന്റെ ചേച്ചി, ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവനെ ഏട്ടന്റെ റൂം മൊത്തം അലങ്കോലം ആക്കി ഇട്ടേക്കണ്. ഞാൻ കീറല്ലേ എന്ന് പറഞ്ഞപ്പോ അവന്റെ ഏട്ടനൊരു പുതിയ ബുക്ക് പേപ്പർ എടുത്ത് ഒറ്റ കീറല്. ഞാൻ എന്ത് പണിയാടാ നീ കാണിച്ചതെന്ന് പറഞ്ഞോണ്ട് കൈ കയറി പിടിച്ചായിരുന്നു. അല്ലാതെ ഞാൻ കൈ പിടിച്ച് തിരിച്ചൊന്നുമില്ല. അവൻ അങ്ങനെ പറഞ്ഞ? അവൻ എന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ആള് കൊള്ളല്ല അവൻ. ഞാൻ തിരിച്ചൊന്നുമില്ല. എന്റെ കുരുത്തക്കേടെന്ന് പറഞ്ഞാ ഞാന് കീറല്ലേന്ന് പറഞ്ഞതും അവൻ ഒറ്റ കീറല്ലായിരുന്നു. എന്തിനാന്നാവോ ആദ്യം ഒരു രാവിലെ മുതൽ എന്നോട് ഇതും ചോദിച്ചോണ്ട് നടപ്പുണ്ട്. വെള്ള പേപ്പർ വെള്ള പേപ്പർ. അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ചോദിച്ചാ പോരെ, ഞാൻ കൊടുക്കത്തില്ലേ? അവൻ ചോദിക്കുകയും പറച്ചില്ല ഒന്നുമില്ല. അവിടെ ആ മുറി ഒന്ന് കാണായിരുന്നു. എന്ത് പരിവായിരുന്നു കൈവേദന എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആണോ? അയ്യോ, നീ ഞാൻ പിടിച്ചപ്പോഴെങ്ങാനും അവന്റെ കൈവിന് വേദനിച്ചോന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചത് അവന് ഒറ്റ ഓട്ടം ഓടി. ഇനി ചെറുക്കന്റെ നല്ല വേദന ഉണ്ട് അവന്. ഉണ്ടെന്നൊക്കെ പറയണ. ഞാൻ നോക്കട്ടെ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്റെ ദൈവമേ, ഒന്നും അനുസരിക്കത്തുമില്ല ഇവൻ. എഴുന്നേക്കടാ. നീ എന്താണ് അവിടെ പോയി കാണിച്ചത്? നീ എന്താ അവിടെ പോയി കാണിച്ചത്? തല്ലു ഞാൻ. അവിടെ സാധനങ്ങളൊക്കെ നീ വലിച്ചു വാരിയിട്ടോ? നീ വലിച്ചു വാരിയിട്ടോന്ന്? പേപ്പർ കയറി എടുത്തോ ബുക്കിന്ന്? മാമന്റെ ബുക്കല്ലേ? എന്തിനാ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കണ? എന്തിനാ നീ അവനിപ്പോ വെള്ള പേപ്പർ ഇത് വരയ്ക്കാനാണോ നീ വെള്ള പേപ്പർ അവിടെ പോയി കീറി പറിച്ചോണ്ട് വന്നത്? അവന് ആവശ്യമുള്ള പേപ്പർ ആണെന്ന് നീ എന്ത് ചെയ്തല്ലേടാ? എന്നിട്ട് കൈ പിടിച്ചത് മാത്രമേ പറയുന്നുള്ളവൻ. അഹങ്കാരി. അല്ല പിന്നെ വെറുതെ മനുഷ്യനെ മറ്റുള്ളവരെ കൊണ്ട് വഴക്കുണ്ടാക്കിക്കാനായിട്ട്. ജന്തു. പടം വരച്ചു വിട്ടിരുന്നോ? എന്റെ ക്ലാസ്സിൽ ഒരു അർജുൻ പഠിക്കുന്നുണ്ടോടാ? ശങ്കരനാണ് അതാ കൃഷ്ണൻ. ഇനി വന്നേ ഇനി വാ ജഡ്ജിയമ്മ, ഇനി വാ. ഈ വാദം കേട്ടിട്ട് ഇതിന് ശിക്ഷ വിളിക്കാനുള്ളേ.
അർജുൻ കൃഷ്ണനാണ് ഒരു ഇച്ചിരി വണ്ണമുള്ള പൊക്കം. അപ്പൊ അത് കൃഷ്ണൻ. കൃഷ്ണൻ. ഈ പറയുന്ന അർജുൻ കൃഷ്ണന്റെ അച്ഛൻ എൻ്റെ വർഷോപ്പിലാണ് ബൈക്ക് ശരിയാക്കുന്നത്. അയാൾ വന്നൊരു പരാതി പറഞ്ഞു. ഞാനിവിടുത്തെ അന്തേവാസിയാണ്, എൻ്റെ ചേട്ടത്തിയുടെ മോനാന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു പരാതി വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനെ പറ്റിയോ? പറയട്ടോ. ഇനി എന്താടാ ഒപ്പിച്ചത് നീ? ശരി, ഇലക്ട്രോണിക്സ് പരിപാടിയാണ്. ഈ അർജുൻ എന്ന് പറയുന്ന ചെറുക്കനെ അവൻ്റെ അച്ഛൻ ഗൾഫിൽ അങ്ങാണ്ട് പോയിട്ട് വന്നപ്പോൾ ഒരു ടാബ് കൊണ്ട് കൊടുത്തു. എന്ത് ഈ ടാബ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ഒരു വലിയ ഒരു കൊച്ചു സുനാറ്റി ഉണ്ട് കമ്പ്യൂട്ടർ പോലെ ഇരിക്കുന്നത്. ആ ചെറുക്കൻ പൊങ്ങല് കാണിക്കാനായിട്ട് ഇത് എടുത്തോണ്ട് ട്യൂഷന് വന്നു. അപ്പൊ ഇയാളതൊന്ന് കളിക്കാൻ വേണ്ടി മേടിച്ചു. രണ്ടുപേരുടെ കളിച്ച് അയാളത് മേടിച്ചുകൊണ്ട് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. ചോദിച്ചപ്പം പറഞ്ഞു ഇവൻ നശിപ്പിച്ച. നീ എന്തിനാ നശിപ്പിച്ചേ? അമ്മ നശിപ്പിച്ചല്ല, അവൻ തന്നപ്പോഴേ കേടായിരിക്കുന്നു. അതിനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ ചെന്ന് പറഞ്ഞെന്ന് ഇയാളും പിടിച്ചു ഓടിച്ചു, ഇവൻ കളിച്ചു, അത് കഴിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എന്തിനാടാ നീ ഇതിങ്ങനെ എടുക്കാൻ പോകുന്നത്? നീ അയാൾ ഇനി പുതിയ വില ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം. ഭയങ്കര വിലയാവോ? പിന്നെ ഞാൻ പിന്നെ നൈസായിട്ട് കനകമ്മച്ചിമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഒന്ന് പേടിച്ചുണ്ട്. അയാൾ പൈസ മേടിച്ചത്. എന്നിട്ട് പറയാം പറഞ്ഞു തരും ചെറുക്കനെ നല്ലോണം വളർത്താൻ, മറ്റുള്ള പോലെ നശിപ്പിക്കലെന്നൊക്കെ പറഞ്ഞു. നിനക്ക് എന്തുവാടാ എന്തുവാടത്? ടാബ്. ഞാൻ പറഞ്ഞ സാധനത്തോട് ഇത്ര കൊതിയാണോ നിനക്ക്? അത് ഞാൻ വാങ്ങിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്നില്ലല്ലോ. വാങ്ങിച്ചതില്ലെങ്കിൽ ഉടനെ നീ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങ് നശിപ്പിക്കോ? നിനക്ക് പറയണത് സാധിച്ചു തന്നിട്ട് നിനക്ക് കേട്ടോ. ഡാഡി ഇങ്ങ് വരട്ടെ. നിനക്കേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ കാര്യം. ഞാൻ പാപ്പൻ ചോദിക്കുമ്പോ കൂടെ എനിക്ക് തന്നായിരുന്നു, ഞാൻ ഈ പണി തരുമായിരുന്നു. ടാബ് പോലും ഒന്നുമില്ല, ഉള്ളത് വെച്ച് പിടിച്ചാൽ മതി. കഴയാള തുണി എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ തങ്കത്തിന്റെ വീട്. ആ തങ്കത്തിന്റെ വീട് അവിടെയാണ്. ആരാണ്? തങ്കത്തിന്റെ മകനില്ലേ തക്കുടു? എന്റെ മകൻ മാനസിന്റെ കൂടെയാ പഠിക്കുന്നേ. എന്തോ കുഴപ്പം. അവിടെയാണ്. ഒന്ന് വിളിക്കുവോ? ചേച്ചി തങ്കം ഇങ്ങ വന്നേ. തക്കടുന്റെ പഠിക്കുന്ന മാനസിന്റെ അമ്മ. എന്തായി സരിതേ? മോനെ ഒന്ന് വിളിക്കോ? എന്തുപറ്റി? എടാ തക്കടു. അയ്യോ അയ്യോ, അവനൊന്ന് പറയല്ലേ, വിളിച്ചാ മതി. എന്താ അത് ഭയങ്കര കുരുത്തക്കേടാണേ. അയ്യോ, അവൻ കുരുത്തേക്കോട് ഒന്നും കാണിച്ചില്ല. മോർണിംഗ് വന്നേ. വാ മകളെ വാ. എന്തുപറ്റി? അതെ, എന്റെ മോനും അവനും കൂടെ ഇന്ന് ട്യൂഷന് പോയപ്പോഴേ അവന്റെ കാലിൽ കുപ്പിച്ചെല്ലും ഉണ്ട്. അപ്പൊ മറ്റു കുട്ടികൾ എല്ലാരും പോയി. ഈ മോനെ അവനെ മരുന്ന് വെക്കാൻ സഹായിച്ചെന്ന് വീട്ടിലെത്തിച്ചത്. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല, ഇതൊന്നും പറഞ്ഞില്ല. ആണോ? ഇനി വന്നേ. നല്ല കാര്യമല്ലേ മക്കളൊന്ന് ചെയ്തത്. കൂട്ടുകാരായ ഇങ്ങനെ വേണം. ആപത്തിപ്പെടുന്ന കൂട്ടുകാരെ സഹായിക്കണം. ഞങ്ങളുടെ കൊച്ചു സൂപ്പർ അല്ലേ അല്ലേ? അയ്യോ ഇല്ല, അവൻ കഴിക്കട്ടെ. എന്റെ അമ്മോ, ഇനിയിപ്പോ വേറെ ഒന്നും വേണ്ട. ചായ എന്തെങ്കിലും അയ്യോ ഒന്നും വേണ്ട. ഹസ്ബൻഡ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. അവനൊരു കുഴപ്പമില്ല. ശരി. സ്റ്റാറായേ. അടിപൊളി. അങ്ങനെയാണോ? കണ്ടാ. അപ്പോ ഇന്ന് വൈകുന്നേരത്തെ ട്രിപ്പ് ക്യാൻസൽ. എന്തുവാണ് ഏട്ടാ, എപ്പോഴും ഉള്ള പരിപാടിയാണ് ചേച്ചി. പറഞ്ഞു കൊതിപ്പിക്കും. എടീ വൈകുന്നേരത്തെ അല്ല, നമ്മള് ഇപ്പൊ മുതൽ ട്രിപ്പ് തുടങ്ങാൻ പോവാണ്. എന്റെ ചക്കര കൂട്ടെ കണ്ടാ. അപ്പൊ ലീവായാ? ലീവ് വിളിച്ച് പറയും, നമ്മളെല്ലാം ഒരുമിച്ച് പോകും. ഞാനും വരുന്നുണ്ടോ? പിന്നെ റെഡി ആവട്ടെ. ഓ നീ കാരണമാണ്. നോടി വാ. ചെല്ലി പോയി റെഡി ആവട്ടെ. അവൻ ഇന്നേ ഒരു ബണ്ടില് വൈറ്റ് പേപ്പർ മേടിച്ച് കൊടുക്കണം കേട്ടോ. ആ ശരിക്കും. ആ